ഓം നമഃശിവായ. നാം ഇന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ്. എങ്ങനെയാണ് വ്രതാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടത്? വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും എന്തെല്ലാമാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് നമ്മൾ ദ്വാദശി ദിവസവും ഭഗവാനെ മനസ്സിൽ സദാസമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദശമി ദിവസവും ഭഗവാനെ മനസ്സിൽ സദാസമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ ഏകാദശി ദിവസമാകുമ്പോൾ പ്രഭാത സ്നാനം കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവാന്റെ നാമധേയം മനസ്സിൽ സദാ ഉരുവിട്ടുകൊണ്ട് നമ്മൾ അന്ന് മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ്. തുളസിയിലിട്ട തീർത്ഥം മാത്രമേ അന്ന് സേവിക്കുവാൻ പാടുള്ളൂ. മറ്റുള്ള യാതൊരുവിധ ഭക്ഷണവും ഉപയോഗിക്കുവാൻ പാടില്ല. ദ്വാദശി ദിവസമാകുമ്പോൾ നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദ്വാദശി സമയം തീരുന്നതുവരെ നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടതാകുന്നു. ദ്വാദശി സമയം തീർന്നു കഴിഞ്ഞാൽ മാത്രമേ, തീരുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രമേ നാം പാരണ വീടുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് യാതൊരുവിധ ഫലവും ഉണ്ടാകുന്നതല്ല. പകലുറങ്ങുവാനോ കൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുവാനോ പാടുള്ളതല്ല. ദ്വാദശി ദിവസം ദ്വാദശി സമയം തീരുന്നതിന് തൊട്ടു മുൻപായി പാരണ വീടുകയും ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് ഇഹലോകത്തും പരലോകത്തും നമ്മൾക്ക് സുഖം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഷഷ്ഠിവ്രതത്തെക്കുറിച്ചാണ്. സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടിയാണ് ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത്. പഞ്ചമി ദിവസം ഒരിക്കൽ ഊണ് കഴിഞ്ഞ് രാത്രിയോടുകൂടി നമ്മൾ വെറും നിലത്ത് കിടന്ന് ഉറങ്ങി രാവിലെ ആകുമ്പോൾ നമ്മൾ സ്നാനം കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് കഴിയുന്നതുവരെ അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷം കിട്ടുന്ന ഷഷ്ഠി നിവേദ്യം നമ്മൾക്ക് ഭക്ഷണമായി കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞെന്നാൽ യാതൊരുവിധ ഭക്ഷണവും നമ്മൾ അന്ന് കഴിക്കുവാൻ പാടില്ല. ശുദ്ധമായ ഉപവാസമാണ് അത് കഴിഞ്ഞെന്നാൽ നാം അനുഷ്ഠിക്കേണ്ടത്. വൈകുന്നേരമാകുമ്പോൾ സ്കന്ദപുരാണം വായിച്ച് പാരണ വീടി നമ്മൾ വ്രതം തീർക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഇത് 6 ദിവസവും വേണമെങ്കിലും നമ്മൾക്ക് ഷഷ്ഠിവ്രതം എടുക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്? ശിവപ്രീതിക്ക് വേണ്ടിയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത്. പ്രദോഷവ്രതത്തിൻ്റെ മുഖ്യമായതും കറുത്ത പക്ഷത്തിലെ ശനിയാഴ്ച ദിവസം വരുന്ന പ്രദോഷമാണ് അനുഷ്ഠിക്കേണ്ടത്.
അത് ആരംഭിക്കുവാൻ തുടങ്ങിയാൽ ശ്രേഷ്ഠമായിരിക്കും എന്നാണ് പറയുന്നത്. രാവിലെ സ്നാനം കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് നാം നമഃശിവായ എന്ന മന്ത്രം ജപിച്ച് നാം സദാസമയവും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അന്ന് മുഴുവനും ഉപവസിക്കേണ്ടതാകുന്നു. അതുകൂടാതെ സന്ധ്യാസമയമാകുമ്പോൾ പഞ്ചാക്ഷരി മന്ത്രവും ജപിച്ച് നമ്മൾ സന്ധ്യാസമയത്ത് സന്ധ്യയ്ക്ക് മുൻപായിട്ട് സ്നാനവും കഴിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവക്ഷേത്ര ദർശനവും നടത്തി വേണം പാരണ വിടേണ്ടത്. നമ്മൾക്ക് അടുത്തതായിട്ട് അമാവാസി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയാണ് അമാവാസി വ്രതം അനുഷ്ഠിക്കുന്നത്. രാവിലെ പുണ്യശ്രീ തീർത്ഥ സ്നാനം കഴിഞ്ഞ് പിതൃബലി നടത്തിയതിന് ശേഷം നമ്മൾ എല്ലാം തന്നെ ഭഗവാനെ മനസ്സിൽ വളരെ പിതൃക്കളെയെല്ലാം തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ കഷ്ടപ്പാടുകളും പിതൃദോഷങ്ങളും എല്ലാം തന്നെ മാറ്റണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. കർക്കിടക മാസത്തിലെ അമാവാസിയും തുലാമാസത്തിലെ അമാവാസിയുമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അനുഷ്ഠിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന സമ്പത്ത്, ആരോഗ്യം, അതുപോലെ നമ്മൾക്ക് സന്താനം അഭിവൃദ്ധി ഇവയെല്ലാം തന്നെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.